കാലൊന്ന് മടിഞ്ഞതിന് ശേഷവും നടക്കാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പൊട്ടലുണ്ടാകില്ല എന്നുണ്ടോ? ആക്ച്വലി അങ്ങനെയില്ല. ചില പൊട്ടലുകൾക്ക് സ്പെഷ്യലി അത് ഒത്തിരി അകന്നു പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി നടക്കാൻ സാധിച്ചേക്കാം. അത് നമ്മൾ കൃത്യമായ ചികിത്സ എടുക്കാതെ വരികയും അതിനുള്ള റെസ്റ്റും കാര്യങ്ങളും ചെയ്യില്ലെങ്കിൽ ആ പൊട്ടലുകൾ ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ടാത്ത രീതിയിലുള്ള പൊട്ടലുകളാകാം. പക്ഷേ അത് വെച്ചിട്ട് നമ്മൾ നടന്നും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ട രീതിയിലോട്ട് പോയേക്കാം. അപ്പം അങ്ങനെ ഇടയ്ക്ക് പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരാറുമുണ്ട്. അപ്പം മടിഞ്ഞതിന് ശേഷവും കാലിന് വേദനയുണ്ട്, കാലിന് നല്ല നീരുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആശുപത്രിയിൽ ചെന്ന് ഡോക്ടറെ കാണിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഡോക്ടർ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എവിടെയൊക്കെ വേദനയുണ്ട്, ആ വേദന അസ്ഥിയിലാണോ അതോ അസ്ഥിയിലല്ലാത്ത മസിലുകളിലാണോ, അങ്ങനെയുള്ള ഏതൊക്കെ ലൊക്കേഷനിലാണ് വേദന, ഇതൊക്കെ നോക്കിയിട്ട് അതിനുള്ള ഒട്ടോവ ആംഗിൾ റൂൾസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് നിയമങ്ങളുണ്ട്. അപ്പം അതൊക്കെ വെച്ചിട്ട് എക്സ്റേ വേണമോ എന്ന് നമ്മൾ തീരുമാനിക്കും. അത് തീരുമാനിച്ച് ശേഷം എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ പൊട്ടലുണ്ടോ ഇല്ലയോ. എക്സ്റേ ഒക്കെ നമ്മുടെ നാട്ടിൽ അത്യാവശ്യം അവൈലബിൾ ആണ്. അപ്പം വേദന സിവിയറാണ്, നീര് കൂടുതലുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും കാല് മടിഞ്ഞതിന് ശേഷം ആശുപത്രിയിൽ പോയി ഡോക്ടറെ കാണിക്കുന്നത് തന്നെയാണ് നല്ലത്.